നമ്മുടെ കൂടെ ഉള്ള ആളുകളിൽ ആരാണ് ശരിക്കും നമ്മളെ സ്നേഹിക്കുന്നത്? സ്നേഹിക്കുന്നത് എന്നുള്ളതിനേക്കാൾ നമ്മളെ വില വെക്കുന്നത്, നമുക്കൊരു വില തരുന്നത് ആരാണ് എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗം, നമ്മൾക്കൊരു തെറ്റു പറ്റിപ്പോയി, നമ്മളൊരു തെറ്റ് ചെയ്തു, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മുടെ അടുത്ത് നിന്ന് ഒരബദ്ധം വന്നു, നാട്ടുകാർ മുഴുവനും നമ്മുടെ കൈയൊഴിയും, ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. എന്നാൽ അപ്പോഴും നമ്മളെ ചേർത്ത് നിർത്തുന്ന, നമ്മളെ കൈവിടാത്ത ഒന്നോ രണ്ടോ മനുഷ്യരുണ്ടാവും. നമ്മൾ ചെയ്ത തെറ്റിനെ അല്ല, നമ്മൾ ചെയ്തത് തെറ്റന്നെയാണ്, അതിനെ അവർ ന്യായീകരിക്കൊന്നുമില്ല. പക്ഷെ നമ്മളെ കൈവിടാതിരിക്കുന്ന മനുഷ്യരില്ലേ, അവരാണ് ശരിക്കുള്ള നമ്മുടെ മനുഷ്യർ. നമ്മുടെ കൂടെ ഉള്ള ആളുകളിൽ ആരാണ് ശരിക്കും നമ്മളെ സ്നേഹിക്കുന്നത്? സ്നേഹിക്കുന്നത് എന്നുള്ളതിനേക്കാൾ നമ്മളെ വില വെക്കുന്നത്, നമുക്കൊരു വില തരുന്നത് ആരാണ് എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗം, നമ്മൾക്കൊരു തെറ്റു പറ്റിപ്പോയി, നമ്മളൊരു തെറ്റ് ചെയ്തു, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മുടെ അടുത്ത് നിന്ന് ഒരബദ്ധം വന്നു, നാട്ടുകാർ മുഴുവനും നമ്മുടെ കൈയൊഴിയും, ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. എന്നാൽ അപ്പോഴും നമ്മളെ ചേർത്ത് നിർത്തുന്ന, നമ്മളെ കൈവിടാത്ത ഒന്നോ രണ്ടോ മനുഷ്യരുണ്ടാവും. നമ്മൾ ചെയ്ത തെറ്റിനെ അല്ല, നമ്മൾ ചെയ്തത് തെറ്റന്നെയാണ്, അതിനെ അവർ ന്യായീകരിക്കൊന്നുമില്ല. പക്ഷെ നമ്മളെ കൈവിടാതിരിക്കുന്ന മനുഷ്യരില്ലേ, അവരാണ് ശരിക്കുള്ള നമ്മുടെ മനുഷ്യർ. നമ്മുടെ കൂടെ ഉള്ള ആളുകളിൽ ആരാണ് ശരിക്കും നമ്മളെ സ്നേഹിക്കുന്നത്? സ്നേഹിക്കുന്നത് എന്നുള്ളതിനേക്കാൾ നമ്മളെ വില വെക്കുന്നത്, നമുക്കൊരു വില തരുന്നത് ആരാണ് എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗം, നമ്മൾക്കൊരു തെറ്റു പറ്റിപ്പോയി, നമ്മളൊരു തെറ്റ് ചെയ്തു, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മുടെ അടുത്ത് നിന്ന് ഒരബദ്ധം വന്നു, നാട്ടുകാർ മുഴുവനും നമ്മുടെ കൈയൊഴിയും, ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. എന്നാൽ അപ്പോഴും നമ്മളെ ചേർത്ത് നിർത്തുന്ന, നമ്മളെ കൈവിടാത്ത ഒന്നോ രണ്ടോ മനുഷ്യരുണ്ടാവും. നമ്മൾ ചെയ്ത തെറ്റിനെ അല്ല, നമ്മൾ ചെയ്തത് തെറ്റന്നെയാണ്, അതിനെ അവർ ന്യായീകരിക്കൊന്നുമില്ല. പക്ഷെ നമ്മളെ കൈവിടാതിരിക്കുന്ന മനുഷ്യരില്ലേ, അവരാണ് ശരിക്കുള്ള നമ്മുടെ മനുഷ്യർ. നമ്മുടെ കൂടെ ഉള്ള ആളുകളിൽ ആരാണ് ശരിക്കും നമ്മളെ സ്നേഹിക്കുന്നത്? സ്നേഹിക്കുന്നത് എന്നുള്ളതിനേക്കാൾ നമ്മളെ വില വെക്കുന്നത്, നമുക്കൊരു